ദേ നോക്കിയേ, അവിയൽ ലവേഴ്സ് എല്ലാവരും ഇങ്ങോട്ട് പോകുന്നേരെ. ഇന്ന് നമുക്കേ നല്ല ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളിയായി കഴിക്കാനായിട്ട് ഒരു നല്ലൊരു അവിയൽ നമുക്കിന്ന് ഉണ്ടാക്കാം. അവിയലിന് മാറ്റ് കൂട്ടാനായിട്ട് അത്യാവശ്യം വേണ്ട ചില പച്ചക്കറികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? നല്ല പച്ച ഏത്തക്ക വേണം, നല്ല ക്യാരറ്റ് വേണം, നല്ല അടിപൊളി ചേന ഉണ്ടാവണം, അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങക്കോലും ഉണ്ടാവണം. ഇതിനെല്ലാം പുറമെ ഞാൻ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, പടവലങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കത്തിരിക്ക എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 2 പച്ചമുളക്, പുളിക്ക് ആവശ്യത്തിന് ഞാൻ ഇന്ന് മാങ്ങയാണ് കേട്ടോ ഇടുന്നത്. ഈ പറഞ്ഞ എല്ലാ പച്ചക്കറികളും നല്ലതുപോലെ ക്ലീനാക്കി കഴുകി വാരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് ഒരല്പം കറിവേപ്പില നമുക്ക് ആദ്യമേ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അല്പം വെളിച്ചെണ്ണ കൂടി നമുക്ക് ഈ കറിവേപ്പിലയുടെ വേളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതായുണ്ട്. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മൺപാത്രങ്ങളിൽ പാചകം ചെയ്യുമ്പോൾ കുറച്ച് ചൂട് കൂടുതലായിരിക്കും, അപ്പോൾ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ അരിഞ്ഞു പറിക്കിയ എല്ലാ പച്ചക്കറികളും നമുക്ക് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് അവിയലിനുള്ള കൂട്ടുണ്ടാക്കാൻ പോകാം. അതിനായിട്ട് ഞാൻ 3 പിടിയോളം നാളികേരം എടുത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂണോളം ജീരകം, 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 4-5 വെളുത്തുള്ളി, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അരപ്പിനായുള്ള കൂട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതിയാവും. ഞാൻ ഇതിലോട്ട് ഉപയോഗിച്ചിരിക്കുന്ന വെളുത്തുള്ളി ഞാൻ ഇതിലോട്ട് അരച്ച് ചേർത്തിട്ടില്ല, ജസ്റ്റ് ഞാനൊന്ന് തല്ലി മാത്രമാണ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇടുന്നത്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിലേറെ കറിവേപ്പിലയെ ചേർത്ത് ഒരു 1.5 കപ്പ് അളവിൽ ഞാൻ ഇതിലോട്ട് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിലോട്ട് വേകാനായിട്ട് വെക്കാവുന്നതാണ്. അതിന് മുകളിൽ ഒരു വാഴയില കൊണ്ടടച്ച് അതിൻ്റെ മുകളിൽ ഒരു മൂടി കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ ഈ വാഴയിലയുടെ ഫ്ലേവർ ഈ ആവി കൊണ്ട് ഇറങ്ങി നല്ല ഒരു ഫ്ലേവർ അവിയലിൽ നിന്ന് കിട്ടും. ഏകദേശം ഒരു 10-20 മിനിറ്റോളം അവിയൽ വേകാനായിട്ടുള്ള സമയം നമുക്ക് കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് അവിയൽ ഇറക്കുന്നതിന് മുന്നേ തന്നെ അല്പം കറിവേപ്പിലയും ഒഴിച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഈ അവിയലൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇളക്കി മറിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഈ സമയത്തുണ്ടല്ലോ ആരുടെ നാവിലും കൊതിയൂറുന്ന നല്ല ഒരു വാസന നമുക്ക് കിട്ടും കേട്ടോ. ഈ അവിയൽ അടുപ്പിൽ വെക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പച്ച കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചേർക്കണം കേട്ടോ. അടിപൊളിയായിരിക്കും. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടെ ഇറങ്ങുമ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സദ്യ സ്റ്റൈല് അവിയൽ തന്നെയാണ് കേട്ടോ. ഇതിന് കാണാൻ സുന്ദരൻ മാത്രമല്ല കേട്ടോ, രുചിയുടെ കാര്യത്തിൽ ഒട്ടും തന്നെ പിറകിലല്ല കേട്ടോ. ഇതുപോലൊരു അവിയൽ ഈ വിഷുവിന് എല്ലാവരും തന്നെ തയ്യാറാക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റായി തന്നെ എൻ്റെ ചാനലിൽ രേഖപ്പെടുത്തണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടെ വേണം കേട്ടോ. ഇപ്പോൾ ടാറ്റാ.